ശ്രീരാമനെ കുറിച്ചുള്ള തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് ശിവശങ്കറിന്റെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ്. ശ്രീരാമന്റെ അസ്തിത്വത്തെ സ്വാധീകരിക്കുന്ന പുരാവസ്തുപരമോ ചരിത്രപരവുമായ തെളിവുകൾ ഒന്നുമില്ല എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. രാജേന്ദ്ര ചോള രാജാവിന്റെ ജന്മശതാബ്ദി അനുസ്മരണത്തോടനുബന്ധിച്ച് ഗംഗൈകൊണ്ട ചോളപുരത്തെ പ്രശസ്തമായ ശ്രീ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നടന്ന പരിപാടിക്കിടയിലായിരുന്നു വിവാദ പരാമർശം മന്ത്രി നടത്തിയത്. പ്രശസ്ത ചോള ചക്രവർത്തിയായിരുന്ന രാജേന്ദ്ര ചോളനെ ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രങ്ങളും കുളങ്ങളും അദ്ദേഹം ജീവിച്ചിരുന്നു എന്നതിന് തെളിവായിട്ടുണ്ട്. പക്ഷേ പേര് ലിപികളിൽ പരാമർശിക്കപ്പെടുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ ശില്പങ്ങളുണ്ട്. എന്നാൽ രാമൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവോ ചരിത്രത്തിൽ പരാമർശങ്ങളോ ഇല്ല എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. അവർ അദ്ദേഹത്തെ അവതാരം എന്നാണ് വിളിക്കുന്നതെന്ന് BJP ഉദ്ധരിച്ചുകൊണ്ടും അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ മറന്നില്ല. ഒരു അവതാരം ഒരിക്കലും ജനിക്കില്ല. നമ്മുടെ ചരിത്രം മറയ്ക്കുവാനും മറ്റൊരു ചരിത്രം വലുതായി കാണിക്കുവാനുമാണ് ഇത് ചെയ്യുന്നത്. രാമനെ അവതാരമായി വിശേഷിപ്പിക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെയും ദൈവിക പദവിയെയും കുറിച്ച് വൈരുദ്ധ്യങ്ങൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദമായ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചത്. രാജേന്ദ്ര ചോളന്റെ പാരമ്പര്യം ആഘോഷിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും അല്ലാത്ത പക്ഷം തങ്ങളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും ആഘോഷിക്കാൻ ആളുകൾ നിർബന്ധിതരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ് വ്യക്തിത്വത്തിനും പൈതൃകത്തിനും ഊന്നൽ നൽകുവാനുള്ള മുൻ മുഖ്യമന്ത്രി M കരുണാനിധിയുടെ ശ്രമങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഇതിഹാസങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് തമിഴർക്ക് കാര്യമായ പ്രസക്തിയോ പ്രയോജനമോ ഇല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ജില്ലാ ഭരണകൂടവും ടൂറിസം വകുപ്പും ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻവോൺമെന്റും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. തമിഴ്നാട് BJP പ്രസിഡന്റിന്റെ K അണ്ണാമലൈ ശിവശങ്കറുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഭഗവാൻ ശ്രീരാമനോടുള്ള DMKയുടെ പെട്ടെന്നുള്ള അഭിനിവേശം ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ്. DMK നേതാക്കളുടെ ഓർമ്മകൾ എത്ര പെട്ടെന്നാണ് മങ്ങുന്നത് എന്ന് ആകർഷകമല്ലേ എന്ന് അണ്ണാമലൈ ചോദിച്ചു. പുതിയ പാർലമെന്റ് കോംപ്ലക്സിൽ ചോള രാജവംശത്തിന് ചെങ്കോൽ സ്ഥാപിച്ചതിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ എതിർത്ത അതേ ആളുകൾ തന്നെയാണ് ഇതെന്നും അണ്ണാമലൈ പറയാൻ മറന്നില്ല. തമിഴ്നാടിന്റെ ചരിത്രം 1967 ആരംഭിച്ചതായി കരുതുന്ന DMK എന്ന പാർട്ടി രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തോടും ചരിത്രത്തോടും പെട്ടെന്ന് സ്നേഹം കണ്ടെത്തി എന്നത് ഏറെക്കുറെ പരിഹാസപരമാണ്. ഒരുപക്ഷേ DMK മന്ത്രിമാരായ തിരു രഘുപതിയും തിരു ശിവശങ്കറും രാമന്റെ കാര്യത്തിൽ ഇരുന്ന് തർക്കിച്ച് സമവായത്തിലെത്താനുള്ള സമയമാണിത്. ഭഗവാൻ ശ്രീരാമനെ കുറിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ തിരു ശിവശങ്കറിന് തന്റെ സഹപ്രവർത്തകനിൽ നിന്നും പഠിക്കാനാകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു വിവാദമായ പ്രസ്താവനയ്ക്ക് അണ്ണാമലൈ മറുപടി നൽകിയത്.